അപ്പോൾ ഇതൊരു അരമണിക്കൂർ ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. പറ്റുന്നോ കണ്ടാൽ മതി. പറ്റുന്നോ മാത്രം കണ്ടാൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി. നിലവിലിവിടെ നടത്തിയ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായങ്ങൾ, അതേപോലെ നിലവിലെ ഇവിടുത്തെ ഓൺലൈൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിലെനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതേപോലെ എറണാകുളം വേഴ്സസ് അന്യ നഗരങ്ങൾ ഇവയായിട്ടുള്ള ചെറിയൊരു കമ്പാരിസൺ, എങ്ങനെയൊക്കെ അവിടെ വാഹനം ഓടിക്കാം, അതായത് റെൻ്റൽ പ്രോഗ്രാമുകൾ, ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്തൊക്കെ കുരുക്കുകളുണ്ടെന്നുള്ളത് ചെറുതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഞാനിതിൽ മുൻകാലങ്ങളിൽ എത്രത്തോളം ഒരു ദിവസം വരുമാനം ഏൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതും, അതേപോലെ ഇതിൽ എനിക്കുണ്ടായ നേട്ടങ്ങൾ എന്താണെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് പറ്റുന്നത് മാത്രം കണ്ടാൽ മതി. ഇത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് ലാസ്റ്റ് എനിക്കിട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമൻറ്റിൽ കൊണക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം, അല്ലാതെ സീ പിടിച്ച് പോകാം. ഓക്കെ, വളരെ ചെറിയൊരു വീഡിയോ ആക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എത്രത്തോളം നീണ്ടുപോകുന്ന എനിക്കറിയില്ല. എന്തിനാണെന്നുണ്ടെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ നിലവിൽ ഇവിടെ ടാക്സി ഓടിക്കുന്ന ആൾക്കാർക്കും അതേപോലെ ഇനി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഉതകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇവിടെ ഇപ്പോൾ ടാക്സി ഓടിക്കുന്ന ആൾക്കാർ ഫ്രീലാൻസ് ആയിട്ട്, അതായത് നമ്മൾ പെർമിറ്റൊക്കെ അടച്ച വണ്ടിയിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട്, അതായത് പാക്കേജ് ഓട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പേഴ്സണൽ ഓട്ടങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകാൻ ചെയ്യാം. അതേപോലെ ടാക്സി സ്റ്റാൻഡിൽ വെച്ചിട്ട് ഓടാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാക്കേജ് ഈ പറഞ്ഞ ട്രാവൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെയും ഓടാം. പിന്നെ കമ്പനി അറ്റാച്ച് ആയി, ഇപ്പോൾ ഇൻഫോ പാർക്കിലൊക്കെ ഉള്ള പോലെ അതെല്ലാം ഇങ്ങനെ ട്രാവൽസ് പരിപാടി തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഓടാം. അല്ലാന്നുണ്ടെങ്കിൽ യൂബർ ഓൺലൈൻ അഗ്രിഗേറ്റേഴ്സുമായിട്ട് ടൈപ്പിൽ, അതായത് ഓല, യൂബർ, യാത്രി, റാപ്പിഡോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമ്പനികളുണ്ട്, അവരുടെ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെയും ഓടാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഇതിൻ്റെ സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ള നഗരങ്ങളെയോ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഭൂപ്രകൃതി ഉണ്ടല്ലോ, ഈ മെലിഞ്ഞ് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ എന്തുണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കൊച്ചി, ട്രിവാൻഡ്രം, പിന്നെ അതേപോലെ തൃശ്ശൂർ, പിന്നെ കോട്ടയം, കണ്ണൂർ, കാലിക്കറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നഗരങ്ങൾ. ഇതിൽ തന്നെ തൃശ്ശൂർ, ട്രിവാൻഡ്രം, കൊച്ചി, ഇതാണ് അത്യാവശ്യം പറയത്തക്ക വിധം ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് സജ്ജീകരണങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ള നഗരങ്ങൾ ഈ പറഞ്ഞ മൂന്നുമാണ്. അപ്പോൾ മറ്റുള്ള ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, പിന്നെ കോയമ്പത്തൂർ അത്ര വലിയ സിറ്റി ഒന്നുമില്ല, പിന്നെ പൂനെ, ബോംബെ, ഇതൊക്കെ നോക്കുകയാണ്, കൊൽക്കത്തയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നഗരങ്ങളൊക്കെ ഞാൻ 2 വീലറും കാറും ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുഭവം ഞാൻ പറയാം. അപ്പോൾ ഈ പറഞ്ഞ നഗരങ്ങളിലൊക്കെ നമ്മൾ ഇവിടുത്തെ എറണാകുളം പോലെ, അതായത് കൊച്ചി ടു ആലുവ അല്ലെ അത്താണി, അതേപോലെ പറവൂർ ടു അരൂര്, ആ ഒരു സർക്കിളിനിടയിൽ നിൽക്കുന്ന നഗരങ്ങളല്ല ഇതൊന്നും. അതായത് ഈ പറഞ്ഞ പുറത്തുള്ള ഈ പറഞ്ഞ നഗരങ്ങളൊക്കെ കൊച്ചി അപേക്ഷിച്ച്, അല്ലെങ്കിൽ എറണാകുളത്തെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ അപേക്ഷിച്ച് അത്രയേറെ വിസ്തീർണത്തിൽ, അത്രയേറെ വിശാലമായിട്ട് കിടക്കുന്ന നഗരങ്ങളാണ്. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തരിശ് നിലങ്ങൾ വളരെ കുറവാണ്. അതേസമയത്ത് കർണാടക, തമിഴ്നാടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സിറ്റിക്ക് പുറത്തോട്ട് വെളിയിലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് കാർഷിക സംബന്ധമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡസ്ട്രി, ഇങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും തുടങ്ങാൻ പാകത്തിൽ അവർക്ക് സ്ഥലം കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പുറത്തോട്ടേക്ക് ഇങ്ങനെ വിപുലീകരിച്ച് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ, നമ്മൾ എറണാകുളത്തിൻ്റെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൻ്റെ ഒന്നും കാര്യം അങ്ങനെയല്ല. നമ്മൾ കേരളത്തിൻ്റെ മൊത്തം നിങ്ങൾ എടുത്തോ, എല്ലാം ഇങ്ങനെയാണ്. ഈ കൊച്ചി നഗരത്തെ നമുക്ക് വലുതാക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. പക്ഷേങ്കിൽ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സിറ്റി പുറത്തോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോകണം. അങ്ങനെയുള്ള ഒരു എക്സ്പാൻഷൻ ഇവിടെ വളരെ ദുർഘടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ മേജറായിട്ടുള്ള ഒരു എറണാകുളം സിറ്റി ഉണ്ടല്ലോ, അതിന് പുറത്തോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം റൂറൽ ഏരിയാസാണ്, ഗ്രാമപ്രദേശങ്ങളാണ്. അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ പിന്നെ ഈ പറഞ്ഞ ഫ്ലാറ്റ് സമുച്ചയങ്ങളും അതേപോലെ മറ്റുള്ള സ്ഥാപനങ്ങളും കമ്പനികളൊക്കെ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സമയമെടുക്കും. നല്ല രീതിയിൽ തന്നെ നല്ല സമയമെടുക്കും അതിന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ സത്യസന്ധമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ജൂൺ 9-ാം തീയതി ഒരു സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. സ്ട്രൈക്ക് നടത്തിയതിനെ തുടർന്ന് ഞാനൊരു വീഡിയോ, ഞാൻ ഈ അസോസിയേഷനിലോ യൂണിയനിലോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ വാഹനത്തിന് പെർമിറ്റും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ ഈ ടാക്സി ഓടിക്കുന്ന ഒരാളാണ്. ഞാൻ മാന്യമായിട്ട് നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ടാക്സി ഓടിക്കുന്ന ഒരാളാണ്. ഞാനങ്ങനെ യൂണിയൻകാരെ എതിർക്കാനും പോകാറില്ല, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ പോകാറില്ല. ഞാൻ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് യൂണിയൻകാരെന്ന് പോലെ, ഞാനിപ്പോൾ ഒരു ഡ്രൈവർ എൻ്റെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഡ്രൈവർ എന്തെങ്കിലും വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. അത് ഞാനിപ്പോൾ ഒരു ലിമിറ്റിൽ മാത്രമേ നിൽക്കാറുള്ളൂ. കാരണം ആൾക്കാരെ എനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാൻ അധികം ആരുമായിട്ട് ഞാൻ അങ്ങനെ എൻഗേജ്ഡ് ആവാറില്ല. അപ്പോൾ അന്ന് ആ സ്ട്രൈക്കിൻ്റെ ദിവസത്തിൽ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടാക്സി ഡ്രൈവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം ഉണ്ടായിട്ട്, കയ്യാങ്കളി ഉണ്ടായി, പിന്നെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു അടിപിടി കേസും കൂടെ ഞാൻ കണ്ടു അതിനിടയിൽ. ഏതൊരു യാത്രിയോ യൂബറും കണ്ട് ബുക്ക് ചെയ്തിട്ട് വിളിപ്പിച്ച് വരുത്തി അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസഞ്ചറും ഈ പറഞ്ഞ ഡ്രൈവറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായി, മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ്. അത് രണ്ടുപേരും ഡ്രൈവറാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് സ്ട്രൈക്കിനെ തുടർന്ന് ഈ സ്ട്രൈക്കിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഗവനിക്കാതെ ഈ പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പിന്നെ വണ്ടി ഓടിച്ച ഡ്രൈവർമാരെ ഇങ്ങനെ വളഞ്ഞിട്ട് അതായത് തടഞ്ഞു വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും, അല്ലെ അവരുടെ യൂബർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ പാകത്തിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന ഭീഷണിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുന്നേയും കുറേ മാസങ്ങൾ മുന്നേ ഇവിടെ ഒരു സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും പല ഡ്രൈവർമാരും ഈ പറഞ്ഞ യൂണിയനിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രൈക്കിന് അനുകൂലിച്ചിരുന്ന അന്നത്തെ ഡ്രൈവർമാരും ഇവരൊക്കെ ചേർന്നിട്ട് പല വാഹനത്തെയും തടഞ്ഞു നിർത്തുകയും അവരൊക്കെ ഭീഷണിപ്പെടുത്തുകയും ശകാരിച്ചുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ
ഇപ്പം അന്യ ജില്ലകളിലേക്ക് കോട്ടയം അല്ലെങ്കിൽ ആലപ്പുഴയൊക്കെ പോകുമ്പം അവിടെ നിന്നുണ്ടാവുന്ന എന്താ പറയണ്ടേ ഒരു അനുഭവങ്ങളുണ്ടല്ലോ, നമുക്ക് ഇവിടെ അവിടുത്തെ ലോക്കൽ സ്റ്റാൻഡിലെ ടാക്സിക്കാരുടെ ഭാഗത്തുണ്ടാകുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ, അതൊന്നും പോരാഞ്ഞിട്ടാണ് ഇവിടുത്തെ ഇതേ മേഖലയിൽ പിന്നെ ഓൺലൈൻ ടാക്സി ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഈ തരത്തിലുള്ള ഒരു ടോർച്ചർ സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ എല്ലാ ഡ്രൈവർമാരുമായിട്ടും ആലോചിച്ച് അതെല്ലാം, അതായത് ഇവിടെയുള്ള ആയിരക്കണക്കിന് ഡ്രൈവർമാരുണ്ടോ ആ പറഞ്ഞ 1000 ആൾക്കാരെയും വിളിച്ച് അല്ലെ അവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന് പിന്നെ ശക്തമായിട്ട് നിങ്ങൾ സ്ട്രൈക്ക് എടുക്കുക. അതല്ലാതെ ചില യൂണിയനുകൾ മാത്രം തീരുമാനിച്ചിട്ട് പിന്നെ സ്ട്രൈക്ക് നടത്തുമ്പോൾ ഇതിലൊന്നും പെടാത്ത എന്നെ പോലെയുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഇതൊന്നും അറിയണമെന്നില്ല, അല്ലെങ്കിൽ അവരിതൊന്നും ഗവനിക്കില്ല. ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ ഓടാൻ തുടങ്ങിയിട്ട് 4 വർഷം 5 വർഷം ആവാറായി. അപ്പോൾ ഇവിടെ എറണാകുളത്ത് മാത്രം അബൌട്ട് ഈ ഓൺലൈൻ അഗ്രിഗേറ്റേഴ്സ്, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ത്രൂ മുഖാന്തരം ഞാൻ ഏകദേശം മിനിമം ഒരു 10,000+ ട്രിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 10,000+ ട്രിപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യകാലങ്ങളിൽ ഞാനൊരു പരിചയക്കാരൻ്റെ വണ്ടിയിൽ ഫ്ലീറ്റിൽ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പം ഞാനൊരു സെക്കൻഡ് വണ്ടി എടുത്ത് ഇതിന് ഓടും. ഇപ്പം മുൻകാലങ്ങളിൽ ഞാൻ ഡെയിലി, അതായത് ഒരാഴ്ച തുടർച്ചയായി ഞാനൊരു പിന്നെ 10, 29, 30,000 രൂപ മുകളിൽ ആവറേജ് മിനിമം ഞാൻ ഓടിക്കൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. അന്ന് ആ 30,000 രൂപ ഞാൻ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഫ്യൂൽ എക്സ്പെൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നെ 24,000 രൂപ എനിക്ക് ഒരാഴ്ച എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കൈമുടക്കാൻ എനിക്ക് പോക്കറ്റിടാൻ പറ്റും. രാവിലെ 5 മണി 4 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് 2,000-2,500 രൂപ മിനിമം തികച്ച് പിന്നെ വൈകിട്ട് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് 4,500-5,000 രൂപ ഞാൻ മുട്ടിച്ച് ഞാൻ നൈസായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രൈവർ എക്സ്പീരിയൻസ് വ്ളോഗ് ആ ഒരു സമയത്ത് ഞാനൊരു 2-3 വർഷം മുന്നേ 4 വർഷം മുന്നേ കണ്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു യൂബറിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് അതായത് 100 കണക്കിന് പേര് പിന്നെ ഈ പറഞ്ഞ യൂബർ എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കടന്ന് വന്ന ആൾക്കാരുണ്ട്. അത് ഒത്തിരി പേര് എന്നോട് നേരിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ബ്രോ, ഞാൻ ബ്രോയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്, അല്ലെങ്കിൽ ബ്രോ കാരണമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ പിന്നെ വണ്ടി ഓടിക്കുന്നത്, എന്തായാലും ഇത് കാരണം ഞാൻ ഒത്തിരി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. അത് ഇവിടെയുള്ള പല ഡ്രൈവേഴ്സിനും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അതായത് ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ അത്യാവശ്യം നല്ല തുകയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന ഈ പിന്നെ ഡ്രൈവർമാർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഞാൻ കാരണം ഈ വീഡിയോ ഇട്ട് പ്രദർശിപ്പിച്ച് മറ്റുള്ള ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് എന്നോട് ഒരു ചെറിയൊരു ചുറുചുറുപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ അത് കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുകയും പിന്നെ യൂട്യൂബ് അല്ലെങ്കിൽ പിന്നെ വെബ്സൈറ്റുകളിലൂടെയൊക്കെ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെ കടന്നു വരാമെന്നൊക്കെയുള്ള അവർ അന്വേഷിച്ച് കണ്ടെത്തി അവരിതിലോട്ട് ഒത്തിരി പേര് വന്നു. കഴിഞ്ഞ ദിവസം സ്ട്രൈക്ക് എടുത്തതിനെ തുടർന്ന് പിന്നെ ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിഷയം എനിക്കറിയില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇതുവരെ ഓടിയതില്ല, ഞാൻ സെലക്റ്റീവായിട്ട് ട്രിപ്പ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ശരാശരി ഇപ്പോൾ ഓൺലൈൻ യൂബറിലൊക്കെ ഓടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 50-60 കിലോമീറ്റർ ഓടുമ്പോഴായിരിക്കും അവൻ 1000 രൂപ വരുമാനം ലഭിക്കുന്നത്. അതായത് ഓരോ 60 കിലോമീറ്ററിൻ്റെ ആവറേജ് നിൽക്കുമ്പോഴാണ് നമുക്ക് 1000 രൂപയായിട്ട് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, 120 കിലോമീറ്റർ ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം അവൻ ഏകദേശം ഒരു 1,900-2,100 രൂപയുടെ അടുത്ത് അവൻ വണ്ടി ഓടിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഒരു 170-180 കിലോമീറ്റർ ഓടിയ ഒരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 3000 രൂപയുടെ അടുത്ത് അവൻ എന്തായാലും ഇന്ന് ഓടി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെയാണ്. അതായത് ഓരോ 60 കിലോമീറ്ററിനും നമുക്ക് ലഭിക്കുന്നത് ഒരു 1000 രൂപയുടെ അടുത്ത് വരുമാനമാണ്. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം നമ്മൾ ഇപ്പം അതേ സമയത്ത് ചെറിയ ട്രിപ്പുകൾ, അതായത് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു പിക്കപ്പ് നടത്തി, കുസാറ്റിൻ്റെ അടുത്തൊരു പിക്കപ്പ് എടുത്ത് ഞാനൊരു 3 കിലോമീറ്റർ ഡ്രോപ്പ് ചെയ്യുന്നു. എനിക്ക് കിട്ടുന്ന തുക 110 രൂപ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു 2 കിലോമീറ്റർ ഡ്രോപ്പ് ഓഫ്. ഇങ്ങനെയുള്ള ചെറിയ ട്രിപ്പുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു 1000 രൂപ തികയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50-60 കിലോമീറ്റർ ഓടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 30 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് 1000 രൂപയുടെ വരുമാനം ലഭിക്കും. അതായത് ചെറിയ ട്രിപ്പുകൾ എടുക്കുമ്പോൾ നമുക്ക് ഈ ആ ഒരു ഫെയർ ടു കിലോമീറ്റർ റേഷ്യോ അത് ഇങ്ങനെയാണ് വരുന്നത്. അതായത് നല്ല ഫെയറും ലഭിക്കും, കിലോമീറ്റർ ആണെങ്കിൽ കുറവായിരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പം നിങ്ങളിപ്പം ഇവിടെ നിന്ന് ചാലക്കുടിക്ക് ഞാനൊരു ട്രിപ്പ് അറ്റൻഡ് ചെയ്ത് പോയി, 1000 രൂപയാണ് ഫെയർ എന്നിരിക്കട്ടെ. ഒരു 1000 രൂപയുടെ ഫെയറിന് എനിക്ക് ചിലപ്പം ഞാനൊരു 49 കിലോമീറ്റർ 56 കിലോമീറ്ററിന് ഓടിയിട്ടുണ്ടാവും. അത്ര ഓടിയിട്ടാണ് എനിക്ക് 1000 രൂപ 950 രൂപ എനിക്ക് ഇത് വരുമാനം ലഭിക്കുന്നത്. അതേ സമയത്ത് ഞാൻ ഈ ചെറിയ 3 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ട്രിപ്പ് എടുത്ത് പോകും. അതായത് ശരാശരി ഒരു 3 കിലോമീറ്റർ ഡ്രോപ്പ് ഓഫിന് എനിക്ക് 100 രൂപ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 30 കിലോമീറ്റർ അതേപോലെ 3 വെച്ചിട്ട് ചെറിയ ട്രിപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു 30 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് എനിക്ക് സ്വാഭാവികമായിട്ടും 1000 രൂപയുടെ വരുമാനം ലഭിക്കും. അതുകൊണ്ട് സെലക്റ്റീവായിട്ട് ട്രിപ്പ് അറ്റൻഡ് ചെയ്യാം. ഞാൻ കൂടുതൽ ഇതിൻ്റെ ട്രിക്കും ടിപ്സും പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആൾക്കാരും അറിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കഞ്ഞിയിൽ പാറ്റിടാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ നിലവിൽ പലരും ഗ്രൂപ്പുകളിലും അതേപോലെ യൂട്യൂബ് വീഡിയോകളിലും അതേപോലെ പറഞ്ഞ ഈ സ്ട്രൈക്ക് എടുത്ത ദിവസങ്ങളിലൊക്കെ ഈ ഫെയർ നല്ല രീതിയിൽ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയുമായിട്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, യൂബർ നമ്മളെ നിർബന്ധിക്കുന്നില്ല. ആരും തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നമ്മളെ ഇതിലോട്ട് കൊണ്ടുവന്നതല്ല. നമ്മുടെ സ്വമേധയാ നമ്മളെ ഇഷ്ടപ്രകാരം നമ്മൾ ഇതിലോട്ട് വന്ന ആൾക്കാരാണ്.
അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ഒരിക്കലും കമ്പനിയെ പഴിചാരിയിട്ടോ അല്ലെങ്കിൽ പിന്നെ കമ്പനിയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വായിട്ടിളക്കിയിട്ട് കാര്യമില്ല. കാരണം കോർപ്പറേറ്റ് കമ്പനി, പ്രൈവറ്റ് കോർപ്പറേറ്റ് കമ്പനിയാണ്. ഇത് ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ സ്ട്രാറ്റജി ഉണ്ടാവും. അവർക്ക് ബിസിനസ് പിടിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇതിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെതായ സ്ട്രാറ്റജി ഉണ്ടാവും. ഇപ്പോൾ സൊമാറ്റോ ഇതിനടുത്ത് പിന്നെ കോടിക്കണക്കിന് രൂപയാണ് സൊമാറ്റോയുടെ വരുമാനം. ഇതെല്ലാം അഗ്രിഗേറ്റർമാരാണ്, ജസ്റ്റ് മീഡിയേറ്റർമാർ മാത്രമാണ്. അപ്പോൾ സൊമാറ്റോ അതിനുപരി ഒരു പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് 50 രൂപയും കണ്ട് ഈടാക്കിയെന്ന് തുറന്ന് അവർക്ക് 100 കോടി 1000 കോടി രൂപയും കണ്ടാണ് അധിക വരുമാനം അവർക്ക് ലഭിച്ചത്. ആ ഒരു സാമ്പത്തിക വർഷത്തിലാണോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത്രയധികം വരുമാനം അവർക്ക് അധികമായിട്ട് ലഭിക്കുകയുണ്ടായി കമ്പനി. അപ്പോൾ ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും അതങ്ങനെ ആലോചിക്കുള്ളൂ. ഞാനും ഈ പറഞ്ഞ രീതിയിൽ ഓരോ ട്രിപ്പ് 96 രൂപയ്ക്കും 95 രൂപയ്ക്കൊക്കെ ഞാൻ ട്രിപ്പ് ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് റിക്വസ്റ്റ് വരുമ്പോൾ നമുക്ക് കാണുമല്ലോ. അതായത് 2 കിലോമീറ്റർ ഡ്രോപ്പ് ഓഫ് 95 രൂപ അല്ലെങ്കിൽ 103 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനും അങ്ങനെയുള്ള ഓട്ടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ട്രിപ്പിനെ മാത്രം നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് പിന്നെ ശരാശരി 200 രൂപയാണ്, അല്ലെങ്കിൽ 175 to 200 രൂപയാണ് ഒരു ക്യാബ് ഡ്രൈവറിന്റെ മിനിമം വേതനം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ 100 രൂപ 103 രൂപയ്ക്ക് നമ്മൾ ട്രിപ്പ് കൊണ്ട് വിടുമ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നഷ്ടം തന്നെയാണ്. അതായത് ശരാശരി നിയമപ്രകാരം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിയമപ്രകാരം 175 അല്ലെങ്കിൽ 200 രൂപയാണ് ഈ പറഞ്ഞ ക്യാബ് ടാക്സി വാഹനങ്ങളുടെ നിരക്ക്. അത് 5 കിലോമീറ്ററാണ് ലിമിറ്റ് വരുന്നത്. അതിനുശേഷം ഓരോ കിലോമീറ്ററിനും CC അനുസരിച്ചിട്ടാണ് 18 രൂപ 22 രൂപ 23 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കിലോമീറ്ററിനും എക്സസ് ആയിട്ടുള്ള ഓരോ ചാർജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പായിട്ട് നമ്മൾ നോക്കണ്ട. നമ്മൾ ഒരു ദിവസം ഓടിയിട്ട് ഒരു 120 കിലോമീറ്റർ 180 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഈ 170 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ട് നമുക്കൊരു 2800-3000 രൂപ വരുമാനം ലഭിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ഒരു 2900 രൂപ നിങ്ങൾ ഏൺ ചെയ്യുന്നു. അതായത് 170 കിലോമീറ്റർ ഓടിയിട്ട് നിങ്ങൾ 2900 രൂപ നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2900 ഡിവൈഡഡ് ബൈ 170 ഈസ് ഈക്വൽ ടു 17 രൂപ. അതായത് 170 കിലോമീറ്റർ നിങ്ങൾ ഓടിയതിൽ അതിൽ ഓരോ കിലോമീറ്ററിനും നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം എന്നുള്ളത് 17 രൂപയാണ്. 17 രൂപ. അപ്പോൾ അതൊരു മാന്യമായിട്ട് നോക്കിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തീരെ കുറവൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഇയോണാണ്, ഹാഷ് ബാക്ക് ആണ്, പിന്നെ 1000 CC താഴെ വരുന്ന കാറ്റഗറിയാണ്. ഓരോ CC കാറ്റഗറി ഉണ്ട്. അപ്പോൾ എൻ്റെ 1000 CC താഴെ വരുന്ന കാറ്റഗറിയാണ്. അപ്പോൾ അതിലെനിക്ക് മാന്യമായിട്ട് 17 രൂപ 18 രൂപ കിട്ടുന്നതിൽ എനിക്ക് യാതൊരു വിയോജിപ്പും ഇല്ല. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുമ്പം ഈ 2900 രൂപ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 2900 വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ 170 കിലോമീറ്റർ ശരാശരി ഒരു CNG വാഹനം ഓടുമ്പോൾ ഒരു 22 മൈലേജ് കിട്ടുമ്പോൾ അതിന്റെ ഫ്യൂൽ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ 687 രൂപ 700 രൂപ നിങ്ങൾ കൂട്ടിക്കും. അങ്ങനെ 700 രൂപ ഈ പറഞ്ഞ 2900 വരുമാനത്തിൽ നിന്ന് നിങ്ങൾ മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 2200 രൂപ നിങ്ങളുടെ പ്രോഫിറ്റാണ്. ആ 2200 രൂപ പ്രോഫിറ്റ് നിങ്ങൾക്ക് പോക്കറ്റ് ഇടാം. ഇനി 2 വർഷം കൂടുമ്പോൾ വരുന്ന ഫിറ്റ്നസ് പുതുക്കൽ, പിന്നെ ടാക്സ് ഒക്കെ അത്യാവശ്യം കുറേ കാലം കഴിഞ്ഞിട്ട് നോക്കി പെർമിറ്റും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഇഷ്ടം പോലെ വർഷം കിടപ്പുണ്ട്. പിന്നെ പൊല്യൂഷൻ, അതൊക്കെ 60 രൂപ 80 രൂപയുടെ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ മെയിൻ്റനൻസ്, പീരിയോഡിക്കലി നിങ്ങൾ ഓയിൽ ചേഞ്ച്, എയർ ഫിൽറ്റർ, പ്ലഗ്, പിന്നെ മറ്റ് കൂളന്റ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് മാറേണ്ട സമയത്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല. മര്യാദയ്ക്ക് ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ശരിയാണ്, നമ്മൾ യൂബർ ഓൺലൈൻ തൊഴിലാളികളായതുകൊണ്ട് നമ്മൾ ഈ കണ്ട പിന്നെ ഗുദാമിലും കുണ്ടും കുഴികളിലും പിന്നെ അങ്ങനെയുള്ള സകലമാന ദേശത്തോട്ട് നമ്മൾ ഈ വണ്ടി എടുത്ത് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അത് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ കുണ്ടും കുഴിയിലൂടെ ചാടിച്ചു പോയി കഴിഞ്ഞാൽ ലോറാമ് പോകും, അല്ലെങ്കിൽ അതിൻ്റെ ബുഷ് പണിയാവും, അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് റാഡ് പിന്നെ അതിൻ്റെ ബുഷ് പണിയാവും, ഷോക്ക് പെട്ടെന്ന് വീക്കായി പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വാഹനം ഓടിക്കും. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ മെയിൻ്റനൻസ് തുക നമുക്ക് കമ്മിയാക്കാൻ പറ്റും. നമ്മളൊരു ഏകദേശം പിന്നെ ശരാശരി പിന്നെ ഒരു 10,000 കിലോമീറ്റർ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പം ഓരോ 10,000 കിലോമീറ്ററിനും ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു എൻ്റെ വാഹനത്തിൻ്റെ കാര്യം പറയുമ്പം ഒരു 1500 രൂപ ഓയിലും പിന്നെ ഈ പറഞ്ഞ ലേബർ ചാർജും ഫിൽറ്ററും എല്ലാം അടക്കം 1500 രൂപ. പിന്നെ പ്ലഗ് മാറാൻ എനിക്ക് തന്നെ അറിയാം. പ്ലഗിന് 3 പ്ലഗിന് ഏകദേശം 400 രൂപ കൂട്ടിക്കുക പ്ലസ് 400. പിന്നെ എയർ ഫിൽറ്റർ പിന്നെ ഞാനത് ക്ലീൻ ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാറാറാണ് പതിവ്. എന്നാലും എയർ ഫിൽറ്റർ മാറിക്കോ 10,000 കിലോമീറ്ററിൽ. അത് ഒരു 150 210 എനിക്ക് ഓർമ്മയില്ല, ഒരു 200 രൂപ കൂട്ടിക്കോ. അതൊന്നും നമുക്ക് മെക്കാനിക്കിന് അടുത്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒക്കെ ടോപ്പ് ചെയ്യുക, അതൊക്കെ നമ്മൾ 10,000 കിലോമീറ്റർ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു 70,000-50,000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് പുതിയ ഓയിൽ റീഫിൽ ചെയ്താൽ മതി. അത് ആ ഒരു സമയത്ത് മാത്രം നമ്മൾ എത്ര പൈസ കാണണം, ഒരു 1,500 രൂപ നമ്മൾ കാണേണ്ടി വരും, ഒരു 1,300-1,500 രൂപ കാണേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ വീൽ ബെയറിംഗ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രം മാറുക. പിന്നെ അലൈൻമെന്റ് ഒക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതും പോട്ടെ, ഒരു അലൈൻമെന്റ് നിങ്ങൾ 10,000 കിലോമീറ്റർ നിങ്ങൾ അലൈൻമെന്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 500 രൂപ നിങ്ങൾ അലൈൻമെന്റിന്റെ റേറ്റ് ഓടിക്കുക, 500 രൂപ. പിന്നെ പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞിട്ടേ അതിൻ്റെയൊക്കെ പരിപ്പ് ഇളകുള്ളൂ. കാരണം ഒരു പുതിയ ബാറ്ററി ആണെന്നുണ്ടെങ്കിലും പണ്ടത്തെ പോലെ 3 വർഷം 4 വർഷം ഒന്നും തോന്നില്ല, ഒരു 2 വർഷമൊക്കെ കൂട്ടിയാൽ മതി. 2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിച്ച് അതൊന്ന് ഒരു പരിവാവും. പിന്നെ ബാക്കി പിന്നെ നോർമൽ ആയിട്ടുള്ള മറ്റുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എന്താ അത് നമ്മൾ ഓടിക്കുന്നത് പോലെ ഇരിക്കും. എന്നാലും ഒരു 10,000 കിലോമീറ്ററിൽ എനിക്ക് ശരാശരി വരുന്നത് 3,000 രൂപയിൽ ചൂട മാത്രമാണ്. 2,600 രൂപ താഴെ മാത്രമാണ്. അതും വരില്ല. ഞാൻ തന്നെയാണ് ഇതിൻ്റെ മോസ്റ്റ്ലി പ്ലഗ് മാറുന്നതാണെന്നുണ്ടെങ്കിലും ബ്രേക്ക്
ബ്രേക്ക് ഡിസ്പ്ലേഡ് മാറുന്നതാണെന്നുണ്ടെങ്കിലും ഓയിൽ ടോപ്പ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും റേഡിയേറ്റർ പിന്നെ ടോപ്പ് മറ്റേ ബാറ്ററി മറ്റേ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഞാൻ തന്നെ ഇൻസ്പെക്ട് ചെയ്ത് ഞാൻ തന്നെ വേണമെന്നുണ്ടെങ്കിലും മാറും. അപ്പോൾ അതിനൊന്നും എനിക്ക് വലിയ ചിലവ് വരുന്നില്ല. അപ്പോൾ 2600 രൂപയാണ് എനിക്ക് 10,000 കിലോമീറ്ററിന് ചിലവ് വരുന്നത്. പോട്ടെ, നിങ്ങളൊരു 3000 രൂപ കൂട്ടിക്കോ, 3000 രൂപ കൂട്ടിക്കോ. അപ്പോൾ ഇൻഷുറൻസ് എന്നുള്ള തുക അത് വർഷാവർഷം വരുന്ന കാര്യമാണ്. അത് 15,000 രൂപ, തേർഡ് പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15,000 രൂപ ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. അത് വേറെ നിങ്ങൾ സൈഡായിട്ട് വേറെ അഡീഷണൽ കൂട്ടും, അത് വേറെ. അപ്പോൾ അതായത് 1 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾക്ക് 30 പൈസ അല്ല 50 പൈസയുടെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അത്രയും തുക നമ്മൾ പിന്നെ വണ്ടിക്ക് മെയിൻ്റനൻസ് തുകയായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ കണക്കാക്കാം. അതായത് 30 പൈസ ഇൻറ്റു 10,000 നിങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഒരിക്കലും നമുക്ക് മെയിൻ്റനൻസ് തുക എന്നുള്ളത് നമുക്ക് ഒരു കിലോമീറ്ററിന് 30 പൈസ എന്ന് വെച്ച് നമുക്ക് ഒരിക്കലും അങ്ങനെ കൂട്ടാൻ പറ്റൂല. കാരണം മെയിൻ്റനൻസ് ഈ പിന്നെ വണ്ടിക്ക് വരുന്ന കേടുപാടുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പിന്നെ അച്ചടമായിട്ട് പിന്നെ ഒരു ഇത്ര രൂപ എന്നും പറഞ്ഞ് നമുക്ക് കണക്കൂട്ടാൻ പറ്റൂല. അത് നമ്മൾ വാഹനം ഓടിക്കുന്ന പോലെ വാഹനത്തിന് നമ്മൾ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ ഇരിക്കും ഇതിൻ്റെ മെയിൻ്റനൻസ് തുകയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഒരു 2 വർഷം മുന്നേ ഞാനൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ എൻ്റെ അതുവരെ ഞാൻ ഇവിടെ ഒരുത്തൻ്റെ അണ്ടറിൽ ഡ്രൈവറായിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചത്. അവൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ അവൻ്റെ കൂടെ സത്യസന്ധമായിട്ട് പിന്നെ വളരെ കഷ്ടപ്പെട്ട് വളരെ നല്ല രീതിക്കാണ് ഞാൻ അവൻ്റെ വണ്ടി ഓടിച്ചത്. അവന് നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ അന്നൊക്കെ അവൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഞാൻ എങ്ങനെ പോയാലും 21,000 to 25,000 26,000 രൂപ ഞാൻ ഏൺ ചെയ്തവന് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതിൽ എൻ്റെ സാലറി വേറെ. നല്ല രീതിയിൽ അവന് ഞാൻ വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്കൊരു മോട്ടോർ സൈക്കിളിൽ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഇവനെ വിളിച്ചു ചോദിച്ചു, ബ്രോ എങ്ങനെയുണ്ട്, ഓട്ടോ ഒക്കെ ഉണ്ടോ, ഞാനൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നീ ഇതിലേക്ക് വരിക വേണ്ട, ഭയങ്കര നഷ്ടമാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓടാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ വഴി മുടക്കി. അപ്പോൾ ഞാൻ അതുവരെ കരുതിയത് എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയാണ് എന്നാണ് ഞാൻ കരുതിയത്. റോണ എന്നാണ് അവൻ്റെ പേര്. എനിക്ക് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ അവനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് പറയണം തോന്നി, എൻ്റെ അനുഭവങ്ങളാണല്ലോ പറയുന്നത്. റോണ എന്നാണ് പേര്. അപ്പം ഇല്ലയുടെ ഓട്ടോ ഒന്നും ഇല്ല, ഭയങ്കര ശോകമാണ്, വെറുതെ പെടണ്ട, അതാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം ഞാനായിട്ട് വരുത്തി വെച്ച കുറേ അധികം കടബാധ്യതകളുണ്ട്. അപ്പോൾ എൻ്റെ കഴപ്പുകൊണ്ട് ഞാൻ കുറേ അധികം ലക്ഷക്കണക്കിന് രൂപ ബാധ്യത വരുത്തി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എനിക്ക് ചിലവഴിക്കുന്ന കാര്യത്തിൽ പൈസ എന്ന് പറഞ്ഞ സാധനം ചിലവഴിക്കുമ്പോൾ എനിക്ക് കയ്യും കണക്കുമില്ല, ഉള്ളത് പറയാലോ. അത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. എറണാകുളം വന്നപ്പോൾ വീണ്ടും ഞാൻ ഇവനെ അപ്രോച്ച് ചെയ്തു, ബ്രോ എനിക്കൊരു വണ്ടി എടുക്കണം, നമുക്ക് നാളെ ഒന്ന് പോയിട്ട് വണ്ടി നോക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവരോട് ഞാൻ ചോദിച്ചു. അവൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. അവന് സംസാരിക്കാൻ താല്പര്യമില്ല. അതായത് ഞാൻ അത്രയും നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടത് അവനെ. ഞാൻ അവനെ അത്രയും നല്ലൊരു ക്ലോസ് ആയിട്ട് അത്രയും ഒരു ക്ലോസ് ഫ്രണ്ടായിട്ട് അവനെ കണ്ടത് ലൈഫിൽ. അവൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയതുപോലെ വേറെ ഒരാൾ നോക്കിയിട്ടുണ്ടാവില്ല. ആ വണ്ടി എനിക്ക് കുറേ വട്ടം ബ്രേക്ക് ഡൗൺ വന്നിട്ടുണ്ട് പാസഞ്ചേഴ്സിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത്. എന്നിട്ട് ഞാൻ അതൊക്കെ സഹിച്ച് പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും 2 ദിവസം കൂടുമ്പോൾ വണ്ടി കഴുകി നല്ല ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി ഞാൻ അതിനെ പരിപാലിക്കുമായിരുന്നു. അന്ന് എൻ്റെ ചേട്ടൻ്റെ ഫ്ലാറ്റിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ കാർ പോർച്ചിലൊക്കെയാണ് മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അവസാനം ഒടുവിൽ ഞാൻ ഈ വണ്ടി എടുത്തു. ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് എത്ര ലക്ഷം രൂപ കടമുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക്? 15 ലക്ഷം രൂപ കടമുണ്ട്. 15 ലക്ഷം രൂപ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ ക്രെഡിറ്റ് കാർഡും മറ്റതും മറിച്ചതും ഇങ്ങനെയുള്ള 100 കൂട്ടം സംഗതികളുണ്ട്. ഇതിലൊക്കെ കുറേ അത് ഡ്യൂ ഇങ്ങനെയൊക്കെ ലോൺ ഉണ്ടായിരുന്നു. ഇതൊക്കെ ലോൺ എന്തിനെടുത്തതാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എൻ്റെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ വരും തീരുന്നതിനൊക്കെയായിട്ട് പൈസ വരും. പക്ഷെ പോകുന്ന വഴി നമുക്ക് ഏത് വഴിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാണ് എൻ്റെ കുഴപ്പം. അതെൻ്റെ വീട്ടുകാർക്കും അറിയാം, എൻ്റെ കൂട്ടുകാരന്മാർക്കും അറിയാം. അങ്ങനെ ഈ 2 വർഷ കാലയളവിൽ ഈ പറഞ്ഞ ടാക്സി ഓടിച്ചിട്ട് ഒരു 11 ലക്ഷം 12 ലക്ഷം രൂപയുടെ മുകളിലുള്ള കട ഞാൻ വീട്ടി. അതെനിക്ക് പറയാൻ പറ്റും. സാധാരണഗതിയിൽ ആരും ഈ പ്രൈവസി കാര്യങ്ങളൊന്നും ഇല്ല, അവനവൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സാമ്പത്തിക ഇടപാട് മറ്റുള്ള കാര്യങ്ങളൊന്നും ആരും പറയൂല. ഇപ്പോൾ ഇത്രയും രൂപ നീ വരുമാനം ഉണ്ടാക്കിയോ പോയി, ഒരാളും വരുമാന രഹസ്യം ആരും റിവീൽ ചെയ്യില്ല. കാരണം അങ്ങനെ റിവീൽ ചെയ്യുമ്പോൾ കണ്ണു വെക്കും ആൾക്കാർ. ഇവൻ ഇത്രയും പൈസ ഉണ്ടാക്കി, എൻ്റെ അമ്മോ എന്നാ ഓട്ടാ ഇവൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ണു വെക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 10-11-12 ലക്ഷം രൂപയുടെ മുകളിൽ കടം ഞാൻ വീട്ടി ഈ 2 വർഷ കാലയളവിൽ. 2 വർഷ കാലയളവിൽ ഞാൻ അത്രയും കടം വീട്ടി. ഈ പറഞ്ഞ 2 വർഷം ഞാൻ താമസിച്ചത് ഞാൻ ഈ കാറിനകത്ത് അഡ്വഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രീതി പിന്തുടരുന്ന ഒരാളാണ് എന്ത് കാര്യത്തിലും. ഞാൻ എന്തും അത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. ഇപ്പോൾ 2 വർഷക്കാലം ഞാൻ ഈ വാഹനത്തിലാണ് ഞാൻ കഴിഞ്ഞു കൂടിയത്. അതിനിടയ്ക്ക് ഒരു 1-2 മാസം മാത്രമേ ഞാൻ വേറെ അക്കോമഡേഷൻ എടുത്തിട്ടുള്ളൂ. അതല്ലാതെ ബാക്കി ഇത്രയും മാസ കാലയളവിൽ ഞാൻ ഈ വാഹനത്തിനാണ് കഴിച്ചു കൂടിയത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു, ബ്രോ ഈ എറണാകുളം അല്ലെങ്കിൽ ഈ ഒരു ടാക്സി മേഖല എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു കടലാണ്. അത് വലയെറിഞ്ഞ് മീൻ പിടിക്കാൻ അറിയുമെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാം. ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. അത് എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. 1 വർഷം മുന്നേ 1.5 വർഷം മുന്നേ കണ്ടാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ ഓൺലൈൻ സംഭവങ്ങൾ, ഈ ഓല, യൂബർ, മണ്ണാങ്കട്ടി ഇത് മാത്രം കണ്ടുകൊണ്ട് ഇവിടെ വണ്ടി എടുത്തുകൊണ്ട് യാതൊരു കാര്യമില്ല. ആൾക്കാരെ മടക്കാൻ അറിയണം. അതായത് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും ആൾക്കാരെ കൈക്കുള്ളിലാക്കാൻ അറിഞ്ഞിരിക്കണം. അതൊന്നാമത്തെ കാര്യം.
പിന്നെ നല്ല പെരുമാറ്റ രീതികൾ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പാസഞ്ചേഴ്സ് വരും, ഇഷ്ടംപോലെ പാസഞ്ചേഴ്സ് വരും. അത് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ പല പാസഞ്ചേഴ്സിനോട് അടിയായി പിടിയായി എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് ദഹിക്കൂല. പക്ഷേങ്കിൽ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ പുറത്ത് ഇഷ്ടംപോലെ പാസഞ്ചേഴ്സ് ഉണ്ട്. അതെൻ്റെ വണ്ടി നോക്കിയിട്ടല്ല, എൻ്റെ വണ്ടിക്ക് കുറേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടി നോക്കിയിട്ടല്ല, എന്നെ അറിഞ്ഞുകൊണ്ട് എന്നെ മനസ്സിലാക്കിയ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. വരും, നാളെ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ നാളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, നീ വാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ ടാക്സി ഓടിക്കുന്ന ആൾക്കാർ തന്നെ ചിലവർ എൻ്റെ വണ്ടിയിൽ കയറിയ സമയത്തും അല്ലാതെ പുറത്തുനിന്ന് കണ്ട സമയത്തും ബ്രോ കോഴിക്കോട് ഭയങ്കര ഓട്ടമാണ്, ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുവാണ്, മറ്റേതാണ് മറിച്ച്, അതായത് കൊച്ചിക്കാരൻ തന്നെയാണ് പറയുന്നത്, അടുത്ത ആഴ്ച കോഴിക്കോടേക്ക് പോകാൻ നിൽക്കുവാണ്, ഭയങ്കര ഓട്ടമാണ്, ബ്രോയും അങ്ങോട്ടേക്ക് പോയിക്കോ, നല്ല ഓട്ടമാണ്, മറ്റേതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നൈസായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചു. ഇതേപോലെ ഒത്തിരി കേസുണ്ട്. പിന്നെ ബ്രോ കൊച്ചിനെക്കാട്ടും ബെറ്റർ ഈ ബാംഗ്ലൂരാണ്, അവിടെ ഇത്ര ട്രാഫിക് ഒന്നും ഇല്ല, ഭയങ്കരമാണ്, പ്രോഫിറ്റാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കമിഴ്ത്തി അടിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ യൂബറിൻ്റെ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് എന്നാലും കൂടുതൽ. അതിൽ കുറേ ലവന്മാർ ഇവിടുന്ന് എറണാകുളത്തു നിന്നുള്ള ഡ്രൈവർമാരൊക്കെ പുറത്ത് ചടിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിലവിൽ ഇവിടെ സമാധാനപരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അവരൊക്കെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും വല്ല കോഴിക്കോടേക്കോ അല്ലെങ്കിൽ കോയമ്പത്തൂരേക്കോ ചെന്നൈയിലേക്കോ ബാംഗ്ലൂരേക്കോ എങ്ങനെയെങ്കിലും തട്ടണം. അങ്ങനെ കുറേ പേര് ഇവിടുന്ന് ബാംഗ്ലൂരേക്കും ചെന്നൈയിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഡ്രൈവർമാർ കുറയുമല്ലോ. അങ്ങനെ കുറയുമ്പോൾ എന്താ, ട്രിപ്പുകൾ ലഭിക്കുന്നത് കൂടും മറ്റുള്ള ഡ്രൈവർമാർക്ക്. ഈ പേര് പിന്നെ ഇങ്ങനെയുള്ള ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെയുള്ള പോസ്റ്റുകൾ കണ്ടിട്ട് ഇങ്ങനെ ആകർഷണീയമായിട്ടുള്ള പിന്നെ സാലറി പാക്കേജ് ഒക്കെ കണ്ടിട്ട് ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ പോയിട്ട് പെട്ട ഒത്തിരി പേരുണ്ട്. ഞാൻ എന്നോട് സത്യസന്ധമായിട്ട് ഒരു കോഴിക്കോടുകാരനാണ് പറഞ്ഞത്, പുള്ളിക്ക് ഒരു ആവറേജ് ഗൾഫ് റിട്ടേൺ വന്ന ഒരാളാണ്. പുള്ളി എന്നോട് സത്യസന്ധമായിട്ട് കാര്യം സംസാരിച്ചു. ബ്രോ, എൻ്റെ കൂട്ടർ തന്നെയാണ് ബാംഗ്ലൂർ ഫ്ലീറ്റ് പോലത്തെ ഒരു പരിപാടി നടത്തുന്നത്. ഞാൻ ഒത്തിരി വിശ്വസിച്ചിട്ടാണ് അങ്ങോട്ട് ഞാൻ പോയത്. ഞാൻ എറണാകുളത്ത് യൂബർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പോയിട്ട് ഈ അവരുടെ പണി എന്ന് പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ, മറ്റേ ഇത്ര സ്പീഡ് ലിമിറ്റ്, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പട്ടിപ്പണിയാണ് ഫ്ലീറ്റിൽ. അവർ പറഞ്ഞിരിക്കുന്നത് ഇത്ര കിലോമീറ്റർ ഓടാൻ ഇത്ര രൂപ കിട്ടും, അവർ പറഞ്ഞിരിക്കുന്നത് ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ഇത്ര പൈസ കിട്ടും, പിന്നെ വലിയ ട്രാഫിക് ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്, 12 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ 30,000 നല്ല രൂപ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങളാണ് നൽകിയതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ എന്നോട് സംസാരിച്ചു. ആരാ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ പുള്ളി എൻ്റെ ഈ വീഡിയോ കാണും. അപ്പോൾ അങ്ങനെ ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ബാംഗ്ലൂർ അടിപൊളി, എന്നാൽ പിന്നെ അവിടെ യൂബർ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ പലരുടെയും മനസ്സിൽ ബാംഗ്ലൂർ ലൈഫ് പൊളി മോനെ, എൻ്റെ മോനെ അവിടെ പോയി വണ്ടി ഓടിച്ച് പൊളിയായിരിക്കൂലേ, കർണാടക ബാംഗ്ലൂർ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, എൻ്റെ മോനെ ചിക്സ്, പബ്, പാർട്ടി, ഗേൾ ഫ്രണ്ട്സ്, പൈസ, ഡ്രഗ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്വപ്നം കണ്ടിട്ട് കുറേ പേര് ഇവിടെ നിന്ന് പൊട്ടിയും കുടുക്കിയെടുത്ത് പോകും, ബാംഗ്ലൂർ പോയി പണ്ടാരം എറണാകുളത്ത് നിന്ന് കാക്കനാടെന്ന് കച്ചേരി പഠിക്കാതെ 34 മിനിറ്റ് ഓട്ടം ഉണ്ടാവുള്ളൂ ഏവറേജ്. അതായത് 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ആകെ 35 മിനിറ്റേ നമുക്ക് ഓടുള്ളൂ. അതേസമയത്ത് അവിടെ 12 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ 56 മിനിറ്റ്, 1 മണിക്കൂർ 15 മിനിറ്റ് ഒക്കെയാണ് സമയം കാണിക്കുക. അവിടെ പോയി 1-2 ദിവസം ഓടുമ്പോഴത്തേക്കും അവൻ്റെ പരിപ്പളകും. ഇത്തിരി പ്രതീക്ഷകളോടെ പോയ ഇവിടുത്തെ പയ്യൻ അവിടെ പോയപ്പോൾ മൂഞ്ചി. അതാണ് സത്യാവസ്ഥ. ഞാൻ പൊങ്ങച്ചം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ എൻ്റെ വലിപ്പം കാണിക്കാനുമല്ല. ഇനി അങ്ങനെ ആൾക്കാർക്ക് കരുതണമെന്നുണ്ടെങ്കിൽ കരുതിക്കോ, ഐ ഡോണ്ട് കെയർ, എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ 2015-16 തൊട്ട് ഞാൻ 2015 ഞാനൊരു എഞ്ചിനീയറിംഗിന് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോയിനിങ് സമയത്ത് അങ്ങോട്ട് പോയതാണ്. പിന്നെ അതിനുശേഷം ഞാൻ പല വട്ടങ്ങളായിട്ട് നമ്മൾ ബാംഗ്ലൂർ, നമുക്ക് കൊച്ചി ബാംഗ്ലൂരായിരുന്നു നമുക്ക് ഒരു സെക്കൻഡ് ഹോം എന്നുള്ളത്, കൊച്ചി ബാംഗ്ലൂരായിരുന്നു. പിന്നെ 2018 കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ ടൈമും നമ്മൾ പിന്നെ മോട്ടോർ സൈക്കിൾ പരിപാടികൾ, ഇവന്റ്, മറ്റേത് റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി വരും. ഇതൊക്കെയായി അങ്ങനെ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നഗരമാണ്. എനിക്ക് എറണാകുളത്ത് വരുന്നതിനെക്കാട്ടും ഏറ്റവും എളുപ്പം കർണാടകത്തിലോട്ട് പോകണം. കർണാടകത്തിലേക്ക് എനിക്ക് 3/4 മണിക്കൂറേ ഉള്ളൂ, കർണാടക ബോർഡറിലേക്ക്. പിന്നെ എനിക്ക് ബാംഗ്ലൂരേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 4-4.5 മണിക്കൂർ മതി ബാംഗ്ലൂർ എത്താൻ വേണ്ടിയിട്ട്. എറണാകുളത്ത് എത്താനുണ്ടെങ്കിൽ 7 മണിക്കൂർ വേണം. അപ്പോൾ അതാണ് വ്യത്യാസം. അന്ന് ബാംഗ്ലൂർ എൻ്റെ ഫ്ലീറ്റിൽ ഓടുന്ന സമയത്ത് പിന്നെ നമ്പർ 1 ഡ്രൈവർ ആണെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും. അതിനുശേഷവും ആ ഫ്ലീറ്റിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയതിനു ശേഷവും കുറേ മാസങ്ങൾക്ക് ശേഷം അവിടുത്തെ ഓണറും അവിടുത്തെ മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ വരും എന്ന് ചോദിച്ചിട്ട് എന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ പോലെ ഓടുന്ന വേറൊരുത്തൻ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വേറെ വലിയ പരിപാടികളൊന്നുമില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ 155+ മിനിമം ട്രിപ്പ് ഞാൻ അവിടെ അടിക്കും. അതായത് 155-160 ട്രിപ്സ് ഒക്കെ ഞാൻ ഒരാഴ്ച നൈസായിട്ട് കൂളായിട്ട് ഞാൻ എടുത്തു, ഒരു സീനുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ചിലപ്പോൾ 5 ദിവസം ആകുമ്പോഴത്തേക്ക് 150-160 ട്രിപ്പ് അടിക്കും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടികളുണ്ടാവും, അത് ചിലപ്പോൾ 130-120 ട്രിപ്പ് ആയിട്ടുണ്ടാവുള്ളൂ. അതും എൻ്റെ തലയിട്ട് വരും. അതായത് ഞാൻ ഈ ട്രിപ്പ് എൻ്റെ വണ്ടിക്ക് ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ടാവും. ആ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത് ഞാൻ സുഖസുന്ദരമായിട്ട് ഞാനിങ്ങനെ നടക്കുന്ന സമയത്തായിരിക്കും ഫ്ലീറ്റ് ഓണർ വന്നിട്ട് എനിക്ക് വേറെ ഈ ട്രിപ്പ് തികക്കാത്ത അല്ലെങ്കിൽ ടാർഗറ്റ് തികക്കാത്ത വണ്ടി എടുത്ത് എൻ്റെ തലയിട്ട് വരുന്നത്. അപ്പം ഞാൻ അത് ഓടിക്കൊടുക്കും. വടിവേൽ പറയുന്ന ജുജൂബി മാറ്റർ, സിമ്പിൾ. അപ്പോൾ അത് നമുക്ക് സിറ്റിക്കകത്ത് ഓടി പരിചയമാണ് കുറച്ച്. നമ്മൾ കേരളത്തിൽ, അതായത് പൊതുവെ കേരളത്തിൽ മാത്രം നിന്നുകൊണ്ട് ഈ വാളയാറിനപ്പുറത്തോട്ട് പോകാത്ത ആൾക്കാരുണ്ടല്ലോ, വാളയാറിനപ്പുറത്തോട്ടും ഈ പറഞ്ഞ കാസർഗോഡ് ബോർഡറും കഴിഞ്ഞ് പോകാത്ത ആൾക്കാർക്ക് കേരളമാണ് നമ്പർ 1, അല്ലെങ്കിൽ കൊച്ചിയാണ് ഭയങ്കര സംഭവം, അല്ലെങ്കിൽ കൊച്ചിയിലെ ട്രാഫിക്കാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രാഫിക് എന്നുള്ളൊരു വിചാരമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ്. അത് വാളയാറിനപ്പുറത്തോട്ട് കർണാടകത്തിലോ തമിഴ്നാട്ടിലൊന്നും പോകാത്തതുകൊണ്ടാണ്. ഇപ്പോൾ എറണാകുളത്ത് ഓടിയ ഒരാളാണ്, ഇപ്പോൾ എറണാകുളത്ത് കുറച്ച് കാലമായിട്ട് ടാക്സി ഓടിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ പെടും എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോഡ്, നിങ്ങളൊരു 10,000 കിലോമീറ്റർ അവിടെ ഓടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് പിന്നെയും കൺഫ്യൂസ് ആവും. കാരണം അവിടുത്തെ റിംഗ് റോഡുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള 1 വേ, ഈ കബൺ പാർക്ക്, ലാൽബാഗ്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മാറിപ്പോകും. കർണാടകത്തിൽ അവിടെ ഒരു ഗല്ലിയിൽ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ അടുത്തൊരു
ഇത് ക്രോസ് റോഡ്. ഇത് ഏതാണ് ഭഗവാൻ, ഏതിലൂടെയാണ് പുറത്തിറങ്ങുന്നത്, ഏതിലൂടെയാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ കുറേ വൺ വേ, പിന്നെ കബൺ പാർക്ക്, ലാൽബാഗ്, അത് ഇത് ഏതാണ്, ഏത് പാർക്കായിരുന്നു ഞാൻ ആദ്യം പോയത്, ഇതല്ലേ ഭഗവാൻ, ഇത് കബൺ പാർക്കായിരുന്നു ലാൽബാഗ് ആയിരുന്നു ഞാനന്ന് പോയത്, ഇത് ഏത് പാർക്കാണ് ചേട്ടാ, ഇത് ഏതാ മെട്രോ സ്റ്റേഷൻ, ഇത് എങ്ങോട്ടേക്കാണ്, യശ്വന്ത്പൂർ എങ്ങോട്ടേക്കാണ്, മടിവാള എങ്ങോട്ടേക്കാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. അതേസമയത്ത് എറണാകുളത്തിൻ്റെ കാര്യം ഇങ്ങനെയില്ല. എറണാകുളം 4 വരുന്ന ഒരാൾക്ക് എം ജി റോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ മെട്രോ ലൈൻ പിടിച്ചങ്ങ് പോയാൽ മതി. അതിൽ കാക്കനാട് നിന്ന് വരുന്നതാണെന്നുണ്ടെങ്കിലും നേരെ കാക്കനാട് പാലാരിവട്ടം, പാടിവട്ടം, കല്ലൂർ, അങ്ങനെ എം ജി റോഡ് പിടിച്ചങ്ങ് പോയാൽ മതി. കോംപ്ലിക്കേഷൻ ഇല്ല. അതേസമയത്ത് ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ നമ്മളെ മടിവാള HSR ലേഔട്ട്, പിന്നെ സിൽക്ക് ബോർഡ്, അവിടെ നിന്നൊക്കെ നമുക്ക് വൈറ്റ് ഫീൽഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഏവറേജ് സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഇത്ര സമയം, ഇത്ര ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് എന്നുള്ള ഒരു കണക്കൂട്ടലുണ്ട് ഏവറേജ്. അപ്പോൾ നമ്മൾ HSR അല്ല സിൽക്ക് ബോർഡ് എന്നൊക്കെ നമ്മളൊന്ന് പിന്നെ ഹൂഡി അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് മാരത്തള്ളി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ട്രാഫിക്കാണ്. ഔട്ടർ റിങ്ങോട്ടൊക്കെ നല്ല ട്രാഫിക്കാണ്. ഒത്തിരി പേര് യൂബറിന്റെ ഡ്രൈവർ എക്സ്പീരിയൻസ് വ്ളോഗ് കുറേ പേര് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം തന്നെ. ഞാനങ്ങനെ എനിക്കതിൽ ജലസി അല്ലെങ്കിൽ അതിലൊരു മറ്റേ കുശുമ്പും ഇങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കില്ല. ആൾക്കാർ ചെയ്യട്ടെ, ചുമ്മാ എനിക്കും കണ്ടിരിക്കാമല്ലോ ഒരാളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്കും കണ്ടിരിക്കാമല്ലോ. നല്ല കാര്യം തന്നെ. ഇപ്പോൾ കുറേ പേര് വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ എല്ലാവരും ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് എന്നിരുന്നാലും സജഷൻസിൽ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വ്ളോഗൊക്കെ ഞാൻ ഇങ്ങനത്തെ കാണും. നല്ല രസമാണ് ഒരാളുടെ അഭിപ്രായങ്ങളും പിന്നെ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ഇപ്പം ബാംഗ്ലൂരിലുള്ള മലയാളികളുടെ യൂബർ ഡ്രൈവർ എക്സ്പീരിയൻസ് വ്ളോഗ് കണ്ടിട്ടാണെന്നുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എറണാകുളത്തുള്ള വീഡിയോ കണ്ടിട്ടായിക്കോട്ടെ, നിങ്ങൾ അപ്പോൾ അത് കണ്ടുകൊണ്ട് ആരും എടുത്ത് ചാടി പുറപ്പെടരുത്. കാരണം ഇതിനെപ്പറ്റി നന്നായിട്ട് ആലോചിക്കാം. എറണാകുളം ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, അത് നിങ്ങൾ പുതിയ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ റെന്റ് എടുത്തിട്ട് ഓടുന്ന ആളായിക്കോട്ടെ, ഫ്ലീറ്റിൽ ഓടുന്ന ആളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ശ്രദ്ധിക്കുക, നിങ്ങൾ ആലോചിക്കുക. എന്തേലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ വലിയ ട്രാപ്പായിരിക്കും. കാരണം ഒന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം. പിന്നെ ബാംഗ്ലൂർ ഒരു അനുഭവം ഞാൻ പറഞ്ഞില്ല. എൻ്റെ കൂടെയുള്ളൊരു ഒരുത്തൻ്റെ ധനുഷ്, തമിഴ്നാടുകാരനാണ്. അത് നല്ല ബിടെക് കഴിഞ്ഞൊരു പയ്യനായിരുന്നു, നമ്മളെ റൂംമേറ്റാണ് ബാംഗ്ലൂർ. അവന് അവിടെ ഒരു അമേസാണോ മറ്റേ ടാറ്റയുടെ മറ്റേ സെഡാൻ വണ്ടിയില്ലേ, ജസ്റ്റ് അതെങ്ങാണ്ടാണെന്ന് തോന്നുന്നു, വണ്ടി എവിടെയോ രാത്രി എങ്ങാണ്ട് കൊണ്ടുപിടിച്ച് ടോട്ടൽ ലോസായി. അന്ന് ഈ 250, 240, 250 കിലോമീറ്റർ ഓടുമ്പോൾ എനിക്ക് കിട്ടുന്ന സാലറി 1000-1100 രൂപയാണ്. 1000-1100 രൂപയാണ് എനിക്ക് കിട്ടുന്ന സാലറി. രാവിലെ 6 മണിക്ക് തന്നെ കറക്റ്റ് ഇറങ്ങണം. ഫ്ലീറ്റിലാണ് കറക്റ്റ് സമയത്ത് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കണം. പിന്നെ വെറുതെ എക്സസൈസിലെ കിലോമീറ്റർ ഓടാൻ പാടില്ല, പേഴ്സണൽ ട്രിപ്പ് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് നമ്മൾ അവിടെ ഓടിയത്. അപ്പോൾ ഈ ധനുഷ് രാത്രി അങ്ങാണ്ട് എവിടെ ഉറങ്ങിപ്പോയിട്ടോ എന്താ എനിക്ക് ഓർമ്മയില്ല, വണ്ടി എവിടെ കൊണ്ടിടിച്ച് ടോട്ടൽ ലോസായി. അപ്പോൾ ഞാനിങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിന്ന് തുണി അലക്കാൻ നേരത്താണ് അവനിങ്ങനെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കർണാടകത്തിലാണേ. അപ്പോൾ അങ്ങനെ ഡെസ്പായിട്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ എന്താ പറ്റിയെന്ന് ചോദിച്ചു. വണ്ടി ടോട്ടൽ ലോസ് ആടാ, പിന്നെ ഫുള്ള് പണിയാണ്, അത് അഗ്രിമെൻ്റ് എഴുതിച്ചു, എനിക്ക് 1 കൊല്ലത്തേക്ക് എനിക്ക് സാലറി ഒന്നും കിട്ടില്ല, 1 കൊല്ലം ഞാൻ ഇവിടെ വെറുതെ പണി കൊടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, 1 കൊല്ലം അവൻ ഒരു ബോണ്ട് പോലെ എഴുതിയിട്ട് 1 കൊല്ലം അവനവിടെ വർക്ക് ചെയ്യണം. 1 കൊല്ലം അവനൊന്നും സാലറി ഒന്നും കിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതാണ് കർണാടകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടു. എന്തെങ്കിലും നമ്മുടെ ഒരു ബുദ്ധിമോശം കാരണം അല്ലെങ്കിൽ നമ്മുടെ പിഴവ് കാരണം നമ്മൾ ലോക്കായി പോകും. അത് ശ്രദ്ധിക്കാം. കന്നഡികാസിൻ്റെ ഫ്ലീറ്റിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിച്ച് മാത്രം കയറുക. ഇപ്പോൾ പോലും ഈ പല യൂബർ ഡ്രൈവർമാരും അവിടെ നിന്ന് വ്ളോഗ് ചെയ്യുന്ന പല ഡ്രൈവർമാരും ഇങ്ങനെയുള്ള ഇതിൻ്റെ മറ്റൊരു വശം ഇതിനെപ്പറ്റി ആരും തന്നെ അതിൽ പ്രതിപാദിക്കുന്നില്ല ഈ വ്ളോഗുകളിൽ. ആരും ഈ ചുമ്മാ ബ്രോ ഞാനിവിടെ യൂബർ ബാംഗ്ലൂർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, രാവിലെ 6 മണിക്ക് തുടങ്ങി, ഞാൻ രാത്രി 10 മണിയായി, 2700 തോട്ടം ഓടി, നല്ല ട്രിപ്പുകൾ ഉണ്ടായിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അതിനിടെ ഒരു ചിക്കനെ കിട്ടി, അവളുടെ നമ്പർ ചോദിച്ചു, അവളുടെ കൂടെ ഡേറ്റിങ്ങിന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ പെരുപ്പിച്ച് കുറേ വ്ളോഗ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊന്നും ഇതിൻ്റെ മറ്റൊരു വശത്തെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടെ അറിഞ്ഞിട്ട് മാത്രം ബാംഗ്ലൂർ പോയിട്ട് മറ്റേ PMVയോ അല്ലെങ്കിൽ മറ്റേ എവറസ്റ്റോ അങ്ങനെയുള്ള ഫ്ലീറ്റുകളിലൊക്കെ പോയിട്ട് ജോയിൻ ചെയ്യാം. ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഞാൻ കണ്ടു, അതായത് കർണാടകത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ മലയാളികളുടെ ഫ്ലീറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും നമ്പാൻ പാടില്ല എന്ന് കുറേ പേര് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ പല വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ ഗ്രൂപ്പുകളിലും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മലയാളികൾ എപ്പോഴാണ് പിന്നീന്ന് കുത്തുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് മാത്രം ഈ പറഞ്ഞ വണ്ടി എടുക്കാനോ അല്ലെങ്കിൽ വണ്ടി ഓടാനോ തയ്യാറെടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിലേക്ക് വരണ്ട, പെട്ടുപോകും. പിന്നെ വണ്ടീനെ പറ്റി ഒരു ലേശം അറിവ് വേണം കേട്ടോ. ഞാൻ എന്നുള്ള ഭാവം, അതായത് ഞാൻ എന്ന ഭാവം നടിക്കുകയല്ല. എനിക്കിതെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ഞാൻ വാശി പിടിച്ച് സംസാരിക്കുന്നില്ല. നമ്മൾ അത്യാവശ്യം വണ്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോകും. വെറുതെ എന്തിനാ? എനിക്ക് ഓർമ്മയുണ്ട് വിധാൻ സൗദയില്ലേ, അവിടുന്ന് ഞാൻ JP നഗർ ലാസ്റ്റ് ഫേസ് അഞ്ജനാപുര, അതായത് ബന്നാർഘട്ട റോഡിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? അത്രയും കിലോമീറ്റർ ഫ്രണ്ട് ബ്രേക്ക് ഇല്ല. ഡിസ്ക് തീർന്നു പോയി എൻ്റെ എറ്റിയോസിൻ്റെ. എൻ്റെ 1325 ആയിരുന്നു എറ്റിയോസ്, എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് എറ്റിയോസ് സെഡാൻ ഡീസൽ. അത് ഞാൻ അവിടുന്ന് തൊട്ട് JP നഗർ വരെ ഈ സിറ്റിയിലെ ട്രാഫിക്കും കടന്ന് ഞാൻ വിത്തൗട്ട് ബ്രേക്ക്, ഹാൻഡ് ബ്രേക്കിലാണ് ഞാൻ വണ്ടി ഓടിച്ചു വരുന്നത്. കാരണം ഫ്രണ്ട് ബ്രേക്ക് തീർന്നിട്ട് പിന്നെ അതിൻ്റെ മറ്റേ പ്ലേറ്റ് ഉണ്ടാവില്ല, മെറ്റൽ പ്ലേറ്റ്, ആ കാസ്റ്റാണ് അതിങ്ങനെ ഡിസ്കിന് വരഞ്ഞ് കരകര സൗണ്ട് കംപ്ലീറ്റ് ഡിസ്ക് റോട്ടർ മൊത്തം മറ്റേ ദ്രവിച്ച പോലെ. അങ്ങനെ ഓടിച്ചൊരു ദിവസമുണ്ട്. നമുക്ക് മനോധൈര്യം വേണം, അല്ലാതെ നമ്മൾ പെട്ടുപോകും. ഇങ്ങനെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ പോകുന്നതിന് മുന്നേ പിന്നെ അറ്റ്ലീസ്റ്റ് 1-2 വട്ടമെങ്കിലും ഇവിടുത്തെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ടൗണിലെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് തള്ളിയ ഒരു അനുഭവമെങ്കിലും വേണം നിങ്ങൾക്ക്. എല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആകെപ്പാടെ പാനിക്കായി പോകും. കാര്യം പറയാൻ പാനിക്കായി പോകും. എനിക്ക് അവിടെ എൻ്റെ കൂട്ടുകാരന്മാരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ സമയത്തും ഞാൻ പോയിട്ടുണ്ട്, അല്ലാതെ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ സമയത്തും ഞാൻ ഒറ്റയ്ക്ക് സഫർ ചെയ്തിട്ടുണ്ട്.
ഇവിടെ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ പോലും വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി പോയിട്ട് ഒറ്റയ്ക്ക് തള്ളി സ്റ്റാർട്ടാക്കിയ ദിവസമുണ്ട്. അതായത് ഇങ്ങനെ ഒരു സമതല പ്രദേശത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഡോറും തുറന്ന് വണ്ടി തള്ളി തുള്ളി കയറി ഇരുന്ന് ജംപ് സ്റ്റാർട്ട് അടിച്ചിട്ട് വണ്ടി ഓടിച്ച ദിവസങ്ങളുണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മൾ സർവൈവ് ചെയ്തോളണം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം നമ്മൾ കൊച്ചി ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, ടാക്സി ആയിക്കോട്ടെ, മറ്റേ എന്ത് മണ്ണാങ്കട്ടി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങുക. ടയർ മാറ്റാൻ അറിയണം കേട്ടോ. കാരണം ഞാൻ കുറേ മാസങ്ങൾ മുന്നേ, ഒരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷം കുറേ മാസങ്ങൾ മുന്നേ കരിങ്ങാച്ചിറ പെട്രോൾ പമ്പിൽ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ആ ഹോണ്ടയുടെ സർവീസ് സെന്ററിന്റെ മുമ്പിൽ കിടന്നുറങ്ങുക. അതാണ് എൻ്റെ സ്പോട്ട് കരിങ്ങാച്ചിറയിൽ. അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ഡോറിന് ഒന്ന് മുട്ടിയിട്ട് ബ്രോ ഒന്ന് ടയർ മാറ്റി തരുമെന്ന് ഒരു ഒറ്റയടിക്ക് ചെവിടി അടിച്ച് പൊളിക്കാൻ എനിക്ക് തോന്നി. രാത്രി 12 മണിക്ക് കിടന്നുറങ്ങുന്ന സമയത്താണ് അടുത്ത് വന്ന് നോക്കിയെന്ന്. അവിടെ ഒരു 7 വണ്ടിയുണ്ട് CNG അടിക്കാൻ വേണ്ടി. എർട്ടിഗ, ഡിസയർ, വാഗ്നർ, ഇങ്ങനെയുള്ള കുറേ വണ്ടികൾ അവിടെ CNG അടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അവരോടൊന്നും ചോദിക്കാതെ കിടന്നുറങ്ങുന്ന എന്നോടാണ് ചോദിക്കുന്നത് ടയർ മാറ്റി തരുമെന്ന്. ഞാനെന്തോ ഉറക്കത്തെ മിണ്ടാണ്ട് അവിടെ വരെ വിളിക്കുക എന്തോ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ഉറക്കത്തങ്ങടെ ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ പറഞ്ഞു തരാം, നീ ചെയ്യുമെന്ന് ചോദിച്ചു. അയ്യോ ബ്രോ എനിക്ക് അറിയില്ല. പിന്നെ ഈ മൈലനൊക്കെ എന്തിനാണ് യൂബറിൽ പിന്നെ ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഡ്രൈവർമാർ പല സമയങ്ങളിൽ വണ്ടി ഓടിച്ച് പിന്നെ അവിടെ ഇവിടെയൊക്കെ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒരു പരിവായിട്ട് കിടന്നുറങ്ങുന്നതായിരിക്കും. അതിനിടയ്ക്ക് ഡോറിൽ മുട്ടിയിട്ട് എഴുന്നേൽപ്പിക്കുക, രാത്രി 12 മണിക്ക് ടയർ മാറ്റാൻ പറയാം. എന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോ ഇങ്ങനത്തെ ഓരോ അവതാരങ്ങളുണ്ട്. അതായത് ഒരു 2 വട്ടം വള്ളത്തോൾ പടിയിൽ നമ്മുടെ പൂക്കാട്ടുപടി റൂട്ടിലും അതേപോലെ ചക്കരപ്പറമ്പ് വെണ്ണല ഭാഗത്തും പിന്നെ കളമശ്ശേരി നമ്മളെ തോഷീബ ജംഗ്ഷൻ എടുത്ത് വെച്ചിട്ടും എനിക്ക് 3 അനുഭവം ഉണ്ടായിരുന്നു. അതായത് ആൾക്കാർ സ്റ്റെപ്പിന് ഈ ജാക്കി വെക്കാൻ അറിയില്ല. ജാക്കി വേറെ ജാക്കിയല്ലേ നമ്മൾ വണ്ടിക്ക് വെക്കുന്ന ജാക്കി, അത് വെക്കാൻ പോലും അറിയില്ല. ചെരിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് വണ്ടി നിൽക്കുന്നത്, അവിടെ നിന്ന് ജാക്കി വെക്കുന്നത്. ജാക്കി വെച്ചാൽ തിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ബെൻഡായി ഒടിഞ്ഞു തൂങ്ങി എൻ്റെ വണ്ടി മൂക്കും കുത്തി നിലത്ത് പോകും, അത് മാറ്റിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ജാക്കി വെച്ചിട്ട് എൻ്റെ ആരുമല്ല ഒരു ഡ്രൈവർ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഡ്രൈവർ, ഞാൻ എന്നിട്ട് എൻ്റെ ജാക്കി വെച്ച് പൊക്കി കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് സമതല പ്രദേശത്ത് വണ്ടി വെക്കണം, ചെരുവിൽ വെച്ച് കഴിഞ്ഞാൽ ജാക്കി ഒടിഞ്ഞു തൂങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തു. എന്നിട്ട് ടയർ മാറ്റി അവനെ കയറ്റി വിട്ട്. അവൻ എന്നിട്ട് 20 രൂപ അങ്ങോട്ട് തരാൻ തോന്നി. 20 രൂപ വരും. ഞാൻ പറഞ്ഞു ഞാൻ ഇതിനൊപ്പം തന്നെ ഡ്രൈവറാണ്, എനിക്ക് അതിനൊന്നും ആവശ്യമില്ല, ഇനി മര്യാദയ്ക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല, എല്ലാവരും എല്ലാം തികഞ്ഞവന്മാരൊന്നുമല്ല. പക്ഷേങ്കിൽ കുറച്ച് നമുക്കൊരു ത്വര വേണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെ മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു ഉള്ളിലൊരു ചെറിയൊരു ഫയർ വേണം. എല്ലാന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പാടാം. ഈ ഒരു അനുഭവം, ഇത്രയും മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും കാര്യമില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം തോന്നി, നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞു.